കഴിഞ്ഞ 2 IPL സീസണിലും ഫൈനൽ കളിച്ച ക്യാപ്റ്റൻ. കഴിഞ്ഞ IPL-ലെ 17 മത്സരങ്ങളിൽ 604 റൺസ്. ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റായ വിജയ് ഹസാരയിൽ 8 മത്സരങ്ങളിൽ 345 റൺസ്. തന്റെ കരിയറിലെ ഉജ്ജ്വല ഫോമിന്റെ ബാറ്റ് ഉയർത്തിക്കാട്ടി ഇന്ത്യൻ താരം ശ്രേയസ് അയ്യർ സെലക്ടർമാരോട് ചോദിക്കുകയാണ്, ഞാൻ ഇനി എന്താണ് തെളിയിക്കാനുള്ളത്? കഴിഞ്ഞ IPL-ൽ ബാറ്റിംഗ് ശരാശരിയിലും സ്ട്രൈക്ക് റേറ്റിംഗിലും ശുഭ്മാൻ ഗില്ലിനേക്കാൾ മുന്നിലായിരുന്നു ശ്രേയസ് അയ്യറിന്റെ സ്ഥാനമെങ്കിലും ഏഷ്യ കപ്പ് ടീമിലെ സ്റ്റാൻഡ് ബൈ ലിസ്റ്റിൽ പോലും ശ്രേയസ് അയ്യറിന്റെ പേരില്ല. 2023-ൽ ഓസ്ട്രേലിയക്കെതിരെയാണ് ശ്രേയസ് അയ്യർ ഇന്ത്യൻ ജേഴ്സിയിൽ അവസാന T20 മത്സരം കളിച്ചത്. ആ മത്സരത്തിൽ 37 പന്തിൽ 53 റൺസ് നേടി കരുത്തുകാട്ടിയ താരത്തെ പിന്നീട് ഒരിക്കലും ഇന്ത്യൻ T20ക്ക് വിളിച്ചിട്ടില്ല. വിജയ് ഹസാരെ ടൂർണമെന്റിൽ 2024-ൽ ജേതാക്കളായ മുംബൈ ടീമിൽ അംഗമായിരുന്നു ശ്രേയസ്. IPL-ൽ 50.3 ശരാശരിയിൽ 175 സ്ട്രൈക്ക് റേറ്റിലാണ് 604 റൺസ് നേടിയത്. അതിൽ 6 അർദ്ധ സെഞ്ചുറികളുണ്ട്. ഈ വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ഇന്ത്യൻ ടീമിൽ 243 റൺസുമായി ടോപ്പ് സ്കോറർ എന്ന നേട്ടവും ഏഷ്യ കപ്പ് ടീം പ്രഖ്യാപനത്തിൽ സെലക്ടർമാർ പരിഗണിച്ചില്ല. സ്പിൻ ബൗളർമാരെ അനായാസം നേരിടുന്ന ശ്രേയസ് അയ്യർക്ക് ദുബായിലെ പിച്ചിൽ മികച്ച ബാറ്റിംഗ് റെക്കോർഡാണുള്ളത്. ശ്രേയസ് അയ്യരുടെ സെലക്ഷനെ കുറിച്ച് ചീഫ് സെലക്ടറായ അജിത് അഗാക്കറുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ശ്രേയസ് അയ്യരെ ടീമിലേക്ക് പരിഗണിക്കാത്തത് മികവില്ലായ്മ കൊണ്ടല്ല, തഴഞ്ഞ് തങ്ങളുടെ കുറ്റവുമല്ല. 15-അംഗ ടീമിൽ ശ്രേയസിനെ എവിടെ കളിപ്പിക്കുമെന്ന് പറയൂ. എന്നാൽ സ്റ്റാൻഡ് ബൈ താരങ്ങളുടെ ലിസ്റ്റിൽ പോലും ശ്രേയസിന്റെ പേര് ഉൾപ്പെടുത്താത്തതിന് മറുപടിയില്ല. 15-അംഗ ടീമിൽ 2 വിക്കറ്റ് കീപ്പർമാരുണ്ടായിരിക്കെ 3-ാം വിക്കറ്റ് കീപ്പറായ ധ്രുവ് ചൂറൽ സ്റ്റാൻഡ് ബൈ ടീമിൽ ഇടം നേടുകയും ചെയ്തു.